മലപ്പുറം പുള്ളിക്കൽ ആന്തിയൂർ കുന്നിൽ ടൺ കണക്കിന് ആശുപത്രി മാലിന്യം തള്ളിയതായി പരാതി. സമീപത്തെ കരിങ്കൽ കോറിയിലാണ് കോഴിക്കോട് ഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന ആശുപത്രി മാലിന്യം തള്ളിയത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം. പ്രദേശത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ഇന്നലെ രാത്രിയാണ് ഇവിടെ ഈ രീതിയിൽ ലോഡ് കണക്ക് മാലിന്യം കൊണ്ടുപോയി തട്ടിയത്. ആശുപത്രി മാലിന്യം എന്നാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ പരിസരവാസികളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ദുഷ്ടപ്രവൃത്തി ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ നാട്ടിൽ തന്നെ ചിലരുടെ ഒത്താശയോട് കൂടിയാണ് ഈ ഇത്രയും മാലിന്യം. നിരവധി ആളുകൾ തിങ്ങി പാർക്കുന്ന ഈ പ്രദേശത്ത് നിരവധി കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി ചെയ്താണ് സംശയിക്കുന്ന രീതിയിലാണ്. യൂനസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. യൂനസ്, നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണോ? എന്താണ് മറ്റു വിശദാംശം? അജി, കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മലപ്പുറം പുളിക്കൽ ആന്തിയൂർ കുന്നിലാണ് കൺകണക്കിന് ആശുപത്രി മാലിന്യം തള്ളിയത്. ഈ സമീപത്തൊരു കരിങ്കൽ കോറിയുണ്ട്. ആ കോറിയിലാണ്, ഒരു സ്വകാര്യ വ്യക്തിയുടെ കരിങ്കൽ കോറിയാണ്. ആ കോറിയിലാണ് കോഴിക്കോട് നിന്ന് ഈ ഭാഗത്തുനിന്ന് എത്തിച്ച ആശുപത്രി മാലിന്യം തള്ളിയത്. അത് ആ സമീപത്ത് തന്നെ ഒരു കുടിവെള്ള പദ്ധതിയുണ്ട്, ജലനിധി കുടിവെള്ള പദ്ധതി. അതിന്റെ ഒരു ടാങ്ക് ഉണ്ട്. ആ സമീപത്താണ് ഈ ഒരു മാലിന്യം തള്ളിയത്. നിരവധി കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വെള്ളം കൂടിയാണ്. അത് നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ മാലിന്യം തള്ളിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാർ അവിടെ നടത്തി. നാട്ടുകാർ പോലീസിനെയും അതോടൊപ്പം പഞ്ചായത്ത് അധികൃതരെയും ഈ മാലിന്യം തള്ളുന്ന സമയത്ത് തന്നെ ഈ വിവരം അറിയിക്കുകയും പോലീസും പഞ്ചായത്ത് അധികൃതർ എത്തിയ ഉടൻ തന്നെ ഇവർ രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും പോലീസ് പിടികൂടുകയായിരുന്നു. പ്രത്യേകിച്ച് പഞ്ചായത്ത് അധികൃതർ ഇവർക്ക് ഒരു പിഴ ഈടാക്കുന്ന ഒരു സമീപനമുണ്ടായി. ഈ ആശുപത്രി മാലിന്യം തള്ളിയ ഈ ഏജന്റിന് 1 ലക്ഷം രൂപ പിഴ ചുമത്തി. അതോടൊപ്പം ഈ ലോറി ഡ്രൈവർക്ക് 50,000 രൂപ പിഴ ചുമത്തി. അതോടൊപ്പം തന്നെ ഈ സ്ഥലം, ഈ കരിങ്കൽ കോറിയുടെ ഉടമസ്ഥന് അത് ഈ ടൺ മാലിന്യം നിക്ഷേപിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയ ഈ നാട്ടുകാരന് 50,000 രൂപ പിഴ ചുമത്തി എന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മാലിന്യം ഉടൻ നീക്കം ചെയ്യാനും ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. ശരി, യൂനസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.